നമസ്കാരം, ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഒരു ഹ്യുണ്ടായി ടുസോൺ കാറിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള അപ്ഗ്രേഡാണ്. അപ്പോൾ ഈ വാഹനത്തിൽ വരുന്നത് ഒരു ഫുൾ LED സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബൾബ് ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പോസിബിൾ അല്ല. അപ്പോൾ FE Retrofit എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഈ ഒരു OCTO-Q സെറ്റപ്പ് നമുക്ക് ഇതിൻ്റെ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ വരുന്നത് ഇതുപോലെയുള്ള ഒരു 4 പ്രൊജക്ടേഴ്സാണ്. ഒരു ഹെഡ്ലൈറ്റിൽ വരുന്ന ഇതുപോലെയുള്ള 4 ചെറിയ പ്രൊജക്ടേഴ്സ്, അതായത് 2 ഇഞ്ചിൻ്റെ 4 പ്രൊജക്ടേഴ്സാണ് ഒരു ഹെഡ്ലൈറ്റിൽ വരുന്നത്. ഇതുപോലെ തന്നെ 2 സൈഡിലും കൂടി 8 പ്രൊജക്ടേഴ്സ്, അതായത് 4 4 8 പ്രൊജക്ടറുകളാണ് ഒരു വാഹനത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ തന്നെ 4 ഡിമ്മും 4 ബ്രൈറ്റും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓൺ കമ്മിങ് ട്രാഫിക്കിന് എതിരെ വരുന്ന വാഹനങ്ങളിലുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. നല്ല രീതിയിലുള്ള ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റും വിസിബിലിറ്റി നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഈ ടുസോൺ കാറിൻ്റെ ലൈറ്റിങ്ങിലാണ് നമ്മൾ ഇന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ്. പുറമേയുള്ള ഷേപ്പ് മാറ്റി കിടത്തി കഴിഞ്ഞാൽ ഉള്ളിൽ വരുന്നത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പുള്ള ഹെഡ്ലൈറ്റ് ആണ്. അതിൽ തന്നെ ഒരു 4 ക്യാവിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ 4 അറേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിനൊരു കംപ്ലീറ്റ് LED ആണ്. LED റിഫ്ലക്റ്റേഴ്സ് ആണ് വരുന്നത്. LED ചിപ്പുകളാണ് ഓരോ സെഗ്മെൻറ്റുകളിലും വരുന്നത്. ഇപ്പോൾ ഓൺ ആയിരിക്കുന്നതിൻ്റെ ലോ ബീമാണ്, ഇപ്പോൾ ഓൺ ആയിരിക്കുന്ന ഹൈ ബീം. അപ്പോൾ നമ്മളതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള കട്ട് ഓഫ് ആണ് നമ്മുടെ ലോ ബീമിൽ നമുക്ക് കിട്ടുന്നത്. വെളിച്ചം തീരെ മോശമല്ല, പക്ഷേ ഔട്ട്പുട്ട്, അതായത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ട് നമുക്ക് രാത്രി ഒരുപാട് ദൂരമൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് അത്ര എഫക്റ്റീവ് അല്ല. ഹൈ ബീം ആണെങ്കിൽ വളരെ മോശമാണ്. ഈ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് കസ്റ്റമർ ഇതിൻ്റെ അന്ന് തന്നിരിക്കുന്നത്. ഏതായാലും നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് നമുക്ക് വാഹനം തന്നിരിക്കുന്നത്. ഏതായാലും വാഹനം നമ്മുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന 4 സെപ്പറേറ്റ് പ്രൊജക്ടറുകളാണ്. ഒരു 4 ചെറിയ ചെറിയ പ്രൊജക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സെറ്റപ്പിൽ നിന്നാണ് നമുക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പറയുന്ന FE Retrofitൻ്റെ OCTO-Q സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ടുസോൺ കാറിന് വേണ്ടിയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് സെറ്റപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ലുക്സിനെ തീരെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു ചെറിയ ഒരു അഗ്രസീവ് ലുക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു റിഫ്ലക്ടറിൻ്റെ ആ ഒരു ക്രോമിയം ഫിനിഷ് മാറിയിട്ട് അവിടെ ഒരു ഫുൾ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വന്നു കഴിയുമ്പോൾ വാഹനത്തിന് കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വാഹനത്തിന് കിട്ടുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു തരത്തിലുള്ള മാറ്റങ്ങളും വാഹനത്തിൻ്റെ ലൈറ്റിൽ വരുത്തിയിട്ടില്ല. എക്സ്റ്റേണലി ആണെങ്കിലും ഇൻറ്റേർണൽ, അതായത് നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റം മുഴുവനായിട്ടും ഇൻറ്റേർണലാണ്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ അകത്ത് മാത്രമാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ട് വരുന്നില്ല. എന്തായാലും ലൈറ്റ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് നേരിട്ട് തന്നെ കണ്ടു ബോധ്യപ്പെടാം. നമ്മുടെ ലോ ബീം ഇവിടെ ഓൺ ആയിരിക്കുന്നത് കാണാം. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ഓഫാണ് നമ്മുടെ ലോ ബീമിൽ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം ഉണ്ടായിരുന്ന കട്ട് ഓഫ് മാറിയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള ലൈൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് നമുക്ക് താഴേക്ക് മൂവ് ചെയ്യുന്ന കാണാം. കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ, അതായത് വാഹനത്തിൻ്റെ അകത്തുള്ള ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൂവ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഹൈ ബീമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള നല്ല ഇൻറ്റൻസിറ്റി ഉള്ള ഹൈ ബീമാണ് നമുക്ക് ഇപ്പോൾ ഈ കറണ്ട് ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അത് നോക്കാനുള്ളത് ഇതിൻ്റെ മീറ്ററിൽ വരുന്ന ചേഞ്ചസ്. യാതൊരു തരത്തിലുള്ള എറർ കോഡോ കാര്യങ്ങളോ ഒന്നും നമുക്കതിൻ്റെ മീറ്ററിൽ വന്നിട്ടില്ല. അതുപോലെ നമ്മളിതിൻ്റെ വാഹനം ഒന്ന് രാത്രി ഡ്രൈവ് ചെയ്യാനായിട്ട് പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്ന വിഷൻ അല്ലെങ്കിൽ അപ്പിയറൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര രീതിയിൽ ലൈറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ വാഹനത്തിന് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ്, വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ വിഷ്വൽസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് എതിരെ വരുന്ന വാഹനങ്ങളിലുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്നുള്ളതും കാണാം. ആ ലൈൻ കട്ട് ഓഫ് വളരെ ഷാർപ്പാണ്. അത് നമ്മൾ വെൽ അലൈൻഡ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പാകത്തിനുള്ള അലൈൻമെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാഹനം വളരെ ഭംഗിയായിട്ട് രാത്രി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും വാഹനങ്ങൾ എതിരെ വരുന്നുണ്ട്, അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ശല്യങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നില്ല. ആ ലൈൻ കട്ട് ഓഫ് വളരെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് താഴ്ത്തേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ മോട്ടറൈസ്ഡ് ഹെഡ്ലൈറ്റ് ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളിൽ തന്നെ ക്യാബിൻ്റെ അകത്ത് തന്നെ സ്വിച്ചസ് ഉണ്ട്. ആ സ്വിച്ചസ് വെച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലൈറ്റിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ കസ്റ്റമറാണ് ഡ്രൈവ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് വളരെ ഹാപ്പിയാണ്. മുമ്പുണ്ടായിരുന്നതിനേക്കാളും നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട്. എതിരെ വരുന്ന അല്ലെങ്കിൽ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും സൈഡ് മിറേഴ്സിൻ്റെ താഴെയാണ് ആ ലൈൻ കട്ട് ഓഫ് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ സേഫാണ്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എതിരെ വാഹനങ്ങൾ വരുമ്പോഴാണെങ്കിലും ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളുടെ ലൈൻ കട്ട് ഓഫ്, ലോ ബീമിൻ്റെ കട്ട് ഓഫ് ആ വാഹനങ്ങളുടെ സൈഡ് മിററിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവൽ കറക്റ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അതേ ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടുന്നുണ്ട്. വളരെ കറക്റ്റാണ്. അതിൻ്റെ അത് വേറെ പ്രത്യേകിച്ച് ഇനി ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതും ഈ ഡ്രൈവിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല
റേഞ്ചും നല്ല കവറേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കളർ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ക്ലോസ് ടു വൈറ്റ് എന്ന് തന്നെ പറയാം. കുറച്ച് വൈറ്റ്നസ് കൂടുതലാണ്. വാം കളർ ടോൺ കുറഞ്ഞ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നല്ല വിസിബിലിറ്റി നമുക്ക് ഈ വാഹനത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ലൈറ്റിന് വരുന്ന കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000 കെൽവിനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞിലും മഴയിലും ഒക്കെ ഒരു വിസിബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ മഴയും മഞ്ഞൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടാവും. ഏതായാലും ഇതിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് നമുക്കൊരു മഴയത്തോ അല്ലെങ്കിൽ മഞ്ഞിലോ ഉണ്ടാവുക. എന്തായാലും ഓവറോൾ പെർഫോമൻസ് നല്ല രീതിയിലുള്ള ആ ഒരു ഫീഡ്ബാക്കുമാണ് നമ്മൾ ഈ ഒരു ഡ്രൈവിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ ഈ വീഡിയോ ഏകദേശം പൂർണ്ണമാവുകയാണ്. നമ്മുടെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഏകദേശം പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.